വയലിൻ സംഗീതത്തിൽ 12 വർഷം നീണ്ട പരിചയത്തിൽ നിന്നാണ് പുത്തനാശയവുമായി അസീർ മുഹമ്മദ് കടന്നുവരുന്നത്. ഇന്ത്യയടക്കം 20 രാജ്യങ്ങളുടെ അതിപ്രശസ്തമായ സംഗീതങ്ങളാകും പൊതുസംഗീത പരിപാടിയിൽ ഉൾപ്പെടുക. കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനിയും ഇന്ത്യയെ പ്രതിനിധീകരിക്കുമ്പോൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങളുടെ മാസ്മരിക സംഗീതവും പരിപാടിയുടെ ഭാഗമാകും. ഭീകരാക്രമണങ്ങളും അശാന്തിയും വളർന്നുവരുന്ന സാഹചര്യത്തിൽ ലോക സമാധാനം എന്ന ആശയത്തിലൂന്നിയാണ് മ്യൂസിക് ഫോർ വേൾഡ് പീസ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. മ്യൂസിക് ഫോർ വേൾഡ് പീസ് എന്നൊരു സംരംഭത്തിൻ്റെ പുറകിലാണ് ഒരു 20 രാജ്യങ്ങളുടെ സംഗീതം ഒരുമിപ്പിച്ചിട്ട് ഒരു ചെറിയൊരു ഫ്യൂഷൻ. അത് ഞാനിപ്പോൾ അതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതൊരു വളരെ കട്ടിയേറെ പ്രോസസ്സാണ്. കാരണം ഓരോ രാജ്യങ്ങളുടെ സംഗീതവും വ്യത്യസ്ത രീതിയിലാണ്. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 6 മാസത്തോളമായി. ഇനിയും ഏതാണ്ട് ഒരു 1.5 വർഷത്തോളം വേണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും കട്ടിയാണ് പ്രോസസ്സ്. ദ വൈറ്റ് വയലിൻ എന്ന ബാൻഡിന് നേതൃത്വം നൽകുന്ന കലാകാരൻ കൂടിയാണ് പെരുമ്പാവൂർ പട്ടിമറ്റ സ്വദേശി അസീർ മുഹമ്മദ്. രാജ്യത്തിനകത്തും പുറത്തുമായി 600-ലധികം വേദികളിൽ കലാപ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള അസീറിന് സമീപകാലത്ത് ദുബൈ മലയാളികളുടെ അംഗീകാരവും ലഭിച്ചിരുന്നു. രാജ്യാന്തര തലത്തിൽ പ്രശസ്തരായ വയലിനിസ്റ്റുകളുടെ കലാപ്രകടനങ്ങൾ അപ്ലോഡ് ചെയ്യപ്പെടുന്ന കാന്റനി സൈറ്റിലും അടുത്തിടെ അസീറിന്റെ ഫ്യൂഷൻ സംഗീതവും സ്ഥാനം പിടിച്ചിരുന്നു. ഞാനൊരു ദ വൈറ്റ് വയലിൻ ബാൻഡ് എന്നൊരു ബാൻഡ് തുടങ്ങി. അതാണ് ഇപ്പോൾ എൻ്റെ ബാൻഡ്. അതിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നതെല്ലാം. അപ്പോൾ എൻ്റെ ബാൻഡിൻ്റെ ടോട്ടാലിറ്റി, അത് എൻ്റെ ബാൻഡിൻ്റെ ലെവലേ മാറി. അപ്പോൾ വേറെ ടൈപ്പ് ഓഫ് പ്ലേ ആയി, വേറെ ടൈപ്പ് ഓഫ് മ്യൂസിക്കായി ഞങ്ങൾ പിന്നെ എടുക്കാനല്ല തുടങ്ങുന്നത്. അങ്ങനെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ച് ദുബൈയിലും മസ്കറ്റിലും കുറേ ഷോസ് എല്ലാം ചെയ്തു. ദുബൈയിൽ ഏഷ്യ വിഷൻ അങ്ങനെ കുറേ ഷോസ് ചെയ്തു. പിന്നെ ഇപ്പോൾ ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ ഞാൻ എവിടെ എത്തിച്ചേരണം എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കൊരു മ്യൂസിക് ഡയറക്ടർ ആവണം എന്ന് പറയും. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ക്യാമറാമാൻമാരായ മനോജ് പുതുപ്പാടിക്കും അരുൺ കിഷോറിനുമൊപ്പം സി കെ അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.